ബലിക്കുള്ള ബലിവസ്തു എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിതാവ് ദൈവം പറയുന്നുണ്ട്, നിനക്ക് ബലിവസ്തു ഇപ്പോൾ നൽകപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അൽഫോൻസാമ ആകുന്ന ആ വ്യക്തിത്വം തന്നെയായിരുന്നു അവരുടെ ബലിവസ്തു ആയിരുന്നത്. അവിടെ തന്നെയാണ് ബലി അർപ്പിച്ചത്. സകലത്തിന്റെയും ശാന്തമായ ജീവിതത്തിന്റെയും ബലി തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടെ അർപ്പിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമുക്ക് അൽഫോൻസാമയ്ക്ക് തരുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് ബലി അർപ്പിക്കുവാനായിട്ട് സാധിക്കുക. നമ്മളൊരു രോഗിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു ബലിയർപ്പണമായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ബലിയുടെ എല്ലാം ഏറ്റവും അവസാന ഭാഗമാണ് നമ്മൾ ഈ ബലിവേദിയിൽ അർപ്പിക്കുന്ന നന്ദിയുടെ ഏറ്റവും വലിയ ബലി. കുടുംബങ്ങളിൽ നമ്മൾ അർപ്പിച്ച ബലിയുടെ ഏറ്റവും അവസാന ഭാഗമാണ് നമ്മൾ ഇവിടെ അർപ്പിക്കുക. ഈ ബലി അർത്ഥപൂർണമായി തീർക്കണമെങ്കിൽ അൽഫോൻസാമയെ പോലെ തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ബലിയായിട്ട് അർപ്പിക്കുവാനായിട്ട്, എന്നെ തന്നെ അർപ്പിക്കുവാനായിട്ട്, എന്റെ ഓരോ പ്രവർത്തികളെയും മനോഭാവങ്ങളെയും ആഭിമുഖ്യങ്ങളെയും ബലിയായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന വലിയ വിദ്യാശാസ്ത്രം നമുക്ക് ഉണ്ടാകണം. ഇങ്ങനെ ഒരു വലിയ പ്രതിസംസ്കൃതി നമുക്ക് നൽകിക്കൊണ്ടാണ് അൽഫോൻസാമ ആധുനിക ലോകത്തിലെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസാമയായിട്ട് മാറിയത്. രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒരു വിശുദ്ധ എന്ന നിലയിൽ വളരുവാനായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. അതിൽ ഒന്നാമത്തേത് അവിടെ ജനിച്ചു വളർന്ന കുടുംബവും കുടുംബ പശ്ചാത്തലവുമായിരുന്നു. രണ്ടാമത്തേത് അവിടെ അംഗമായിരുന്ന ക്ലാരസഭ, ക്ലാര സന്യാസ സഭ. സകലങ്ങളുടെ മൂർത്തിഭാവമായിരുന്ന അൽഫോൻസാമ എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ജനനത്തിന്റെ ആരംഭം മുതൽ മരണത്തിന്റെ അന്ന് വരെ സഹനങ്ങളെ ഏറ്റെടുത്ത അൽഫോൻസാമ. എന്നാൽ അവിടെ ജനിച്ചു വീണ ആ കുടുംബം വളരെ വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഒരു വിളതലമായിരുന്നു. അൽഫോൻസാമയാകുന്ന വിത്ത് വിതയ്ക്കപ്പെട്ടതും വീണതും നല്ല നിലത്തായിരുന്നു. വിത്ത് നല്ലതായിരുന്നു, വിതക്കാരും നല്ലതായിരുന്നു, നിലവും നല്ലതായിരുന്നു. പലപ്പോഴും വിത്ത് നല്ലതാണെങ്കിലും വിതക്കാരും നിലവും മോശമാണെങ്കിൽ നല്ല ഫലങ്ങളെ ലഭിക്കുകയില്ല. നമ്മൾ വിതക്കാരന്റെ ഉണ്മയിൽ ബൈബിളിൽ വായിക്കുന്നുണ്ട്. വിതക്കാരൻ വിതച്ചത് പല സ്ഥലങ്ങളിൽ വീണു. എന്നാൽ നല്ല സ്ഥലത്ത് വീണത് മാത്രമേ 100 മേനെയും 60 മേനെയും 30 മേനെയും ഫലം പുറപ്പെടുവിച്ചുള്ളൂ എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് അൽഫോൻസാമയുടെ ജീവിതവുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. വിതക്കാരൻ അല്പം ശ്രദ്ധിച്ച് വിതയ്ക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും വിത്ത് വഴിയുടെ അരികിലോ അല്ലെങ്കിൽ പാറപ്പുറത്തോ മുള്ളുകൾക്കിടയിലോ വീഴുകയില്ലായിരുന്നു. വിത്ത് നല്ല തലത്തിൽ തന്നെ വീഴുമായിരുന്നു. നല്ല വിത്ത് വീണായിരുന്നുവെങ്കിൽ 100 മേനി ഫലം ലഭിക്കുമായിരുന്നു. പലപ്പോഴും വിതക്കാർക്കും പ്രശ്നമുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും വിതയ്ക്കുന്നവരാണ്, വിത്ത് വിതയ്ക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ നിലങ്ങൾ ഒരുക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. നമ്മുടെ കുഞ്ഞു മക്കള്, സഹോദരങ്ങള്, ജീവിത പങ്കാളിയെ നമുക്ക് വിത്തായിട്ട് നമുക്ക് ഉപമിക്കാവുന്നതായിട്ട് സാധിക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരിക്കലും ഒരു കല്യാണത്തിന് പോകുവാനായിട്ട് പ്രാർത്ഥനയിൽ കഴിഞ്ഞ് ഇറങ്ങിയ എൻ്റെ മകനോട് പ്രായമുള്ള അപ്പച്ചൻ എപ്രകാരം പറഞ്ഞു, മകനെ, ഞാൻ നിന്റെ അമ്മയെ സ്നേഹിച്ചതുപോലെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുക. ഞാൻ നിന്റെ അമ്മയെ സ്നേഹിച്ചതുപോലെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുക. ആ നല്ല പിതാവ് ആ മകന്റെ ഹൃദയത്തിൽ ഒരു വിത്ത് വിതയ്ക്കുകയായിരുന്നു. കേട്ടു നിന്നിരുന്ന എല്ലാവരെയും ഹൃദയത്തിൽ ഒരു വിത്ത് വിതയ്ക്കപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ നല്ല വാക്കുകൾ, പ്രവർത്തികൾ വഴി വിത്തുകൾ വിതയ്ക്കപ്പെടുന്നത്. വേറൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഞങ്ങൾ കുറച്ചു പേര് ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. ഒരു വ്യക്തിയെ കുറിച്ചുള്ള സംസാരം. അപ്പൊ അവനെ വഴിയിൽ കടന്നു നിർത്തി അവന്റെ തെറ്റുകളെ കുറിച്ച് കാട്ടിക്കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കുറച്ചു പേരെ ഏറ്റെടുത്തിരുന്നു. എന്നാൽ അവനെ വഴിയെ കടന്നു നിർത്തി അത് ചോദിക്കുവാനായിട്ട് സാധിച്ചില്ല. കേരളത്തിൽ